രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം അരണ്യകാണ്ഡത്തിലെ 50-ാം സർഗം ജടായുവാക്യം എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സീതയെയും അപഹരിച്ചുകൊണ്ട് പോകുന്ന ആ രാവണനെ കണ്ടപ്പോൾ ഉറക്കമാണ്ട് കിടക്കുകയായിരുന്നു ആ ജഡായു. സീതയെ രക്ഷിക്കാമെന്നൊക്കെ രാമന് വാക്കുകൊടുത്തിരുന്ന ആളാണ് അദ്ദേഹം ഉടനെ കണ്ണു തുറന്നു. ആ രാവണനെയും സീതയെയും കണ്ടു. കൂർത്ത കൊക്കുകൊണ്ട് ആ പർവ്വതം പോലെയുള്ള ആ പക്ഷി മരത്തിലിരുന്നുകൊണ്ട് നല്ല വാക്കുകളോടുകൂടി രാവണനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലേ രാവണ, സത്യത്തെ ആശ്രയിച്ച് പരമ്പരകളാൽ നേടിയ ധർമ്മത്തിൽ നിലകൊള്ളുന്നവനാണ് ഞാൻ. അല്ലേ സഹോദര, നീ ഇപ്പോൾ ഇങ്ങനെയുള്ള നിന്റെ കർമ്മങ്ങൾ ചെയ്യരുത്. മഹാബലനും പക്ഷിരാജാവുമായ എൻ്റെ പേര് ജടായു എന്നാകുന്നു. സർവ്വലോകങ്ങൾക്കും രാജാവും ഇന്ദ്രനും വരുണനും തുല്യനും സർവഭൂതങ്ങൾക്ക് ഹിതേഷിയുമാണ് ഈ ദശരഥപുത്രനായ രാമൻ. അദ്ദേഹത്തിൻ്റെ പത്നിയെ നീ ഇപ്പോൾ അപഹരിക്കാൻ ശ്രമിക്കുന്ന സീതയെ, യശസ്വിനിയായ ധർമ്മത്തിൽ ചരിക്കുന്നവളായ ആ സീതയെ നീ ഇങ്ങനെ സ്വന്തം ധർമ്മത്തിന് വിരുദ്ധമായിട്ട് എങ്ങനെയാണ് മറ്റൊരാളുടെ ഭാര്യയെ നീ സ്പർശിക്കുന്നത്? നീ വലിയ ശക്തനാണ്, എങ്കിലും ഈ രാജകുമാരൻ്റെ പത്നി എപ്പോഴും രക്ഷിക്കപ്പെടേണ്ടവളാകുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്ത്രീകളെ സ്പർശിക്കുക അല്ലെങ്കിൽ അവരെ അപഹരിക്കുക എന്നുള്ള ഈ നിന്ദ്യമാർഗത്തിൽ നിന്ന് നീ പിന്തിരിയണം. അന്യർ നിന്ദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ധീരന്മാരായ ആളുകൾക്ക് നല്ലതല്ല. തൻ്റെ ഭാര്യയെ എന്ന പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ഭാര്യമാരെയും രക്ഷിക്കേണ്ടത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ടല്ലേ രാവണ, ശിഷ്ടന്മാരായ ജനങ്ങൾ ശാസ്ത്രവിഹിതമല്ലാത്ത ധർമ്മത്തിനെയോ അർത്ഥത്തിനെയോ കാമത്തിനെയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാൻ ഒരു രാജാവും അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ രാജാവ് തന്നെ ധർമ്മവും കാമവും അർത്ഥവും ഒക്കെ ആണ് എന്ന് പറയപ്പെടുന്നു. ധർമ്മം ശുഭവും പാപവും അശുഭവും എല്ലാം രാജാവ് മൂലമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പാപിയും ചപലനുമായ നീ ദുഷ്ടനായ ഒരാൾ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ എങ്ങനെയാണ് ഈ ഐശ്വര്യം നേടിയെടുത്തത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും ഒരാളുടെ ഈ കാമസ്വഭാവം ഇല്ലാതാക്കാനാവില്ല. ശിഷ്ടന്മാരുടെ വാക്ക് ദുഷ്ടന്മാരുടെ ഉള്ളിൽ വീണാൽ അധിക ദിവസമൊന്നും നിൽക്കുകയില്ല എന്ന് എനിക്കറിയാം. ധർമാത്മാവും മഹാബലനുമായ രാമൻ നിൻ്റെ നാട്ടിലോ പട്ടണത്തിലോ യാതൊരു തെറ്റും ചെയ്യാതിരിക്കെ നീ അവനോട് ഇങ്ങനെ അപരാധം ചെയ്യുന്നത് എന്തിനാണ്? ശൂർപ്പണഖ കാരണം ജനസ്ഥാന നിവാസികളായ ദുർവൃത്തന്മാരായ ഖരൻ തുടങ്ങിയവരൊക്കെ രാമനാൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിന് രാമനെ നീ എന്തിനാണ് കുറ്റം പറയുന്നത്? ആ ലോകനാഥൻ്റെ ഭാര്യയാണല്ലോ നീ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. വേഗം ഈ സീതയെ ഇവിടെ ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളുക. അല്ലെങ്കിൽ വജ്രായുധം വൃത്രാസുരനെ എന്ന പോലെ നിന്നെ അവളുടെ ആ കണ്ണുകളിലെ അഗ്നി നശിപ്പിക്കാൻ ഇടയാക്കരുത്. ഒരു തുണിത്തുമ്പിൽ പാമ്പിനെ കെട്ടിയത് നീ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. കാലപാശം നിൻ്റെ കഴുത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അവനവന് പറ്റാവുന്ന ചുവടെ എടുക്കാവൂ, അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കരുത്. രോഗം വരുത്താതെ ദഹിക്കുന്ന ആഹാരമേ കഴിക്കാവൂ. എന്ത് ചെയ്താൽ ധർമ്മമോ കീർത്തിയോ യശസ്സോ ലഭിക്കുകയില്ല, ശരീരത്തിന് ക്ലേശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള കർമ്മം ആരും ചെയ്യാതിരിക്കണം. രാവണ, പിതൃപൈതാമഹമായ രാജ്യം യഥായോഗ്യം ഭരിച്ചു വരുന്ന എനിക്ക് വയസ്സ് 60,000 ഞാൻ വൃദ്ധനായി. നീ യുവാവാണ്, നിനക്ക് തേരും അമ്പും വില്ലും പടച്ചട്ടയും ഒക്കെയുണ്ട്. എന്നാലും നീ സീതയെയും കൊണ്ട് സുഖമായി പോവുകയില്ല. ഞാൻ നോക്കി നിൽക്കെ നിനക്ക് സീതയെ തർക്കത്തിന് നിത്യമായ വേദത്തെ എന്ന പോലെ അപഹരിക്കാൻ ആവില്ല. നീ ഒരു ധീരനാണെങ്കിൽ പോരിന് വന്നുകൊള്ളൂ. രാവണ, കുറച്ചു നേരം അവിടെ നിൽക്ക്. ഖരനെ പോലെ നീയും ചത്ത് മണ്ണിൽ കിടക്കും. പോരിൽ പലവാറ് ദൈത്യദാനവന്മാരെ കൊന്നൊടുക്കിയ ആ തപസ്വിയായ രാമൻ പോരിൽ നിന്നെ കൊല്ലും. ആ രാജകുമാരന്മാർ അകലെയായിരിക്കെ എനിക്ക് എന്ത് ചെയ്യാനാവും? നിനക്കവരെ പേടിയാണ്. നീജ, നീ വേഗം മുടിയും. തീർച്ച ഞാൻ ഉയരോടെ ഇരിക്കെ നിനക്ക് ഈ ശുഭചരിതയായ രാമൻ്റെ പ്രിയപത്നിയെ കൊണ്ടുപോകാനൊക്കില്ല. ആ മഹാത്മാവായ രാമനും ദശരഥനും വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ പ്രാണനെ കാത്തു സൂക്ഷിക്കുന്നത്. അത് പണയം വെച്ചിട്ടായാലും ഈ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്നിങ്ങനെയൊക്കെയുള്ള
ജഡായുവിൻ്റെ വാക്കുകളോടുകൂടിയാണ് ഈ സർഗം ഇവിടെ ഉപസംഹരിക്കുന്നത്. എല്ലാവരും